ക്ലാസ് എടുക്കാൻ പോയാൽ പൈസ കിട്ടും. ഇവിടെ അതില്ല. അതിലൊരു വിഷമമുണ്ട്. ഞാൻ കോഴിക്കോട് നിന്ന് ഈ അവാർഡ് വാങ്ങിച്ചൊരു വലിയ സന്തോഷമുണ്ട്. കോഴിക്കോടുകാരുണ്ടോ ഇതിന്? ഒരു സൗണ്ട് ഉണ്ടാക്കോ? കോഴിക്കോട്. ഞാൻ തൃശ്ശൂരുകാരനാണ്. കോഴിക്കോട് നിന്നാണ് വിവാഹം കഴിച്ചത്. കേരളത്തിലെ ഏറ്റവും സ്നേഹമുള്ള ആളുകൾ കോഴിക്കോടുകാരാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. ആ പറഞ്ഞാളെ തപ്പി നടത്തിയ പിന്നെ പെട്ടെന്ന് നിർത്തി പോവാം. നമുക്ക് സക്സസ് 2 തരത്തിൽ അറ്റൻഡ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് സക്സസിനെ ചേസ് ചെയ്യാം, അല്ലെങ്കിൽ സക്സസിനെ അട്രാക്ട് ചെയ്യാം. ചേസ് ചെയ്യുമ്പോൾ പലതും നഷ്ടപ്പെട്ടു പോകും. ഉദാഹരണത്തിന് നമ്മൾ ഉറങ്ങണം എന്ന് വിചാരിച്ച സമയത്ത് ചിലപ്പോൾ ഉറക്കം കിട്ടില്ല. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞായറാഴ്ച രാവിലെ കിടന്ന് ഉറങ്ങാമെന്ന് ശനിയാഴ്ച കിടന്ന് ഉറങ്ങുമ്പോൾ തീരുമാനിക്കും. പക്ഷേ ഞായറാഴ്ച നമ്മൾ നേരത്തെ എഴുതുന്നു. സംഭവിച്ചിട്ടില്ലേ? കാരണം നമ്മൾ ഉറക്കത്തെ പിടിക്കുകയല്ല, ഉറക്കം നമ്മളെ പിടിക്കുക. ചിത്രശലഭത്തെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പറന്നു പോകും. പക്ഷേ ചിത്രശലഭമുള്ള സ്ഥലത്ത് പോയി നമ്മൾ നിന്ന് കൊടുക്കുക, അത് പതുക്കെ വന്ന് നമ്മുടെ അടുത്ത് ഇരിക്കും. വി ക്യാൻ അട്രാക്ട് സക്സസ് ബൈ ബീയിങ് ആൻ അട്രാക്റ്റീവ് പേഴ്സൺ. നോക്കൂ, റോബിൻ ഇപ്പോൾ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ കയ്യിൽ നിന്നുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ബെറ്റർ പേഴ്സൺ ആവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴല്ലേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് അല്ലേ? അത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ബി ഏബിൾ ടു, എന്താ പറയുക, ഇംഗ്ലീഷ് മലയാളം, ഏബിൾ ടു ബി സോഫ്റ്റ് എന്നുള്ളതാണ്. സോഫ്റ്റായിട്ട് പെരുമാറുക. അതുകൊണ്ടാണ് കേരളം മുഴുവൻ ആസിഫ് അലിയുടെ കൂടെ നിന്നത്. ആസിഫ് അലി ആ ഒരു ചിരിച്ചിരിച്ചിട്ട് അവാർഡിൻ്റെ ഫംഗ്ഷനിൽ ഒരു ചിരിച്ചിരിച്ച് പറയുന്നില്ലേ? ആ സിനിമയിൽ, ഏതായിരുന്നു സിനിമ, ട്രാഫിക് സിനിമയിലെ അവസാന ഭാഗത്ത് ലിവ് ബോളി ചോദിക്കുന്നില്ലേ ഈ സ്പീഡ് പേടിയുണ്ടോന്ന്. അപ്പം ആ മനുഷ്യനൊരു ചിരി ഇരിക്കുന്നുണ്ട്. അതാ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ചിരിയാണ്. ഈ ചിരി കൊണ്ട് മാറി നിൽക്കണേ. പ്രിയപ്പെട്ടവരെ, അട്രാക്ട് ചെയ്യുക സക്സസിനെ. മാത്രമല്ല, ഈ ഒരു സമ്മാനം, അവാർഡ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല. അവാർഡ് നമുക്കൊരു 10 സെക്കൻഡ് കൊണ്ട് കിട്ടും. പക്ഷേ ഇത് പോയി വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, അച്ഛനമ്മയൊക്കെ ഇത് കാണുമ്പോൾ മൈ ഫാദർ ഈസ് എ ഹീറോ. ഇന്ന് എൻ്റെ മോന് മനസ്സിലാവും മൈ ഫാദർ ഈസ് എ ഹീറോ. എൻ്റെ മോൾക്ക് മനസ്സിലാവും. അത് ഭാര്യയ്ക്ക് എൻ്റെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ കൈയടിച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബോച്ചയുടെ കയ്യിൽ നിന്ന് തന്നെ ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു.